ഓർമ്മകൾ ബാക്കിയാക്കി 2025 വിട പറയുന്നു. കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെയും അത്ര തന്നെ കോട്ടങ്ങളുടെയും വർഷമായിരുന്നു ഇത്. ഓർമ്മകളുടെ ഏടിലേക്ക് മാറിപ്പോകുന്ന ജില്ലയിലെ ചില പ്രധാന സംഭവങ്ങളിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോകുകയാണ് നാം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചതാണ് ജില്ലയ്ക്ക് എടുത്തു പറയാവുന്ന നേട്ടം. കേരളത്തെ പൂർണ്ണമായി അതിദരിദ്രമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായിട്ടായിരുന്നു കോട്ടയത്തിന്റെ നേട്ടം. മന്ത്രി MP രാജേഷ് ആയിരുന്നു പ്രഖ്യാപനം നടത്തിയത്. നേട്ടങ്ങളുടെ പട്ടികയിൽ ഇനി പറയാനുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി നേടിയെടുത്ത നേട്ടങ്ങളാണ്. ഡൽഹി എയിംസിന് ശേഷം സർക്കാർ മേഖലയിൽ ശ്വാസകോശം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നടത്തിയ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ്. ഹൃദയം, വൃക്ക, ശ്വാസകോശം എന്നിവ ഒരേ ദിവസം മാറ്റിവെച്ച ആശുപത്രി എന്ന നേട്ടവും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കാർഷിക രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച് ഡ്രോൺ ഉപയോഗിച്ച് ജില്ലയിൽ നെൽവിത്ത് വിതച്ചതും 2025-ലാണ്. കരൂർ തൊടിയോടി പാടശേഖരത്താണ് 70 ഏക്കർ സ്ഥലത്ത് വിത്ത് വിതച്ചത്. കുമരകംകാരുടെ വർഷങ്ങളായുള്ള സ്വപ്നം പൂവണിഞ്ഞതും 2025-ലാണ്. യാത്രാക്ലേശത്തിന് പരിഹാരമായാണ് കോണത്താറ്റ് പുതിയ പാലം തുറന്നത്. കോട്ടയം റബ്ബർ ഗവേഷണ കേന്ദ്രം സ്വന്തമായി റബ്ബർ പാലിൽ നിന്നും പുതിയ പെയിന്റ് വികസിപ്പിച്ചെടുത്തതും 2025 തന്നെ. 1.5 വർഷമായി റബ്ബർ ബോർഡിന് കീഴിലുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണങ്ങൾക്കൊടുവിലാണ് റബ്ബർ പാലിൽ നിന്നും ഉയർന്ന ഗുണമേന്മയുള്ള പെയിന്റ് ഉൽപ്പാദിപ്പിച്ചത്. ഭദ്രം എന്ന പേരിലിറക്കിയ പെയിന്റ് മന്ത്രി VN വാസവനാണ് ഉദ്ഘാടനം ചെയ്തത്. ശബരിമല സന്ദർശനത്തിന് എത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തതും കുമരകം സന്ദർശിച്ചതും 2025 ഒക്ടോബർ മാസത്തിലായിരുന്നു. കോട്ടയം മൂലേടം റെയിൽവേ മേൽപ്പാലം ആധുനിക നിലവാരത്തിൽ നവീകരിച്ച് ഗതാഗതത്തിന് തുറന്നതും 2025-ലാണ്. 1/2 കിലോമീറ്ററാണ് മേൽപ്പാലത്തിന്റെ ദൂരം. നിരവധി ദുഃഖസംഭവങ്ങളും 2015 കോട്ടയം ജില്ല സാക്ഷ്യം വഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സർജിക്കൽ വാർഡിന്റെ ദുർബലമായ ശുചിമുറി കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ജില്ലയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത അപകടമാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു എന്ന വീട്ടമ്മയാണ് മരിച്ചത്. തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര എന്നിവർ കിടപ്പുമുറിയിൽ വെട്ടേറ്റ് മരിച്ചതും 2025-ലാണ്. സംഭവത്തിൽ വീട്ടിലെ മുൻ ജീവനക്കാരൻ അസം സ്വദേശി അമിത് തുറാങ് പിടിയിലായി. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് ജിസ്മോൾ 2 പെൺകുഞ്ഞുങ്ങളുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയത് ജില്ലയെ നടുക്കിയ സംഭവമാണ്. കുടുംബ പ്രശ്നമാണ് കാരണമായത്. ഏറ്റുമാനൂരിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അമ്മ 2 പെൺകുഞ്ഞുങ്ങളുമായി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചതും ജില്ലയ്ക്ക് മറക്കാൻ കഴിയില്ല. വടകര വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. അതിഥി തൊഴിലാളിയായ മുർഷിദാബാദ് സ്വദേശിനി അൽപ്പനയെ ഭർത്താവ് സോണി കൊന്നു കുഴിച്ചുമൂടിയതും ഈ വർഷമാണ്. അയർക്കുന്നത്ത് സംശയത്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകം. കൂടാതെ എണ്ണമില്ലാത്തത്ര അപകടങ്ങളും ജില്ലയിലുണ്ടായി. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ നിരവധി തവണ അപകടത്തിൽപ്പെട്ടു. ജില്ലയ്ക്ക് നാണക്കേടായി കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതും പ്രധാന സംഭവമാണ്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവും ഭർത്തൃപിതാവും മന്ത്രവാദിയും പിടിയിലായിരുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ട നടന്നതും ഈ വർഷമാണ്. ഈരാറ്റുപേട്ട പനച്ചികപ്പാറയിൽ 100 ഗ്രാം MDMA-യുമായി 3 പേർ പിടിയിലായി. പനച്ചികപ്പാറ സ്വദേശി വിമൽ രാജ്, ഈരാറ്റുപേട്ട സ്വദേശി ജീമോൻ, തീക്കോയ് സ്വദേശി എബിൻ രാജ് എന്നിവരാണ് പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലാണ് ഇവർ ആയത്. ചിലർക്കിത് നല്ല വർഷവും മറ്റു ചിലർക്ക് ഏറ്റവും മോശം വർഷവുമായാണ് 2025 കടന്നുപോകുന്നത്. 2026 എല്ലാവർക്കും നല്ല വർഷമായി തീരട്ടെ എന്ന പ്രത്യാശയോടെ ഏവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ. ന്യൂസ് ഡെസ്ക്, പൊൻകുന്നം.